പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 10 ചൊവ്വാഴ്ച. 1 കൊരിന്ത്യർ 16 അധ്യായം 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം നമ്മുടെ അതിശക്തമായൊരു ആഹ്വാനം നൽകുന്നു. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ സ്ഥിരരായിരിപ്പിൻ, ധൈര്യശാലികളായിരിപ്പിൻ, ബലമുള്ളവരായിരിപ്പിൻ, നിങ്ങളിലെല്ലാം സ്നേഹത്തോടെ നടക്കട്ടെ. ഈ വചനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് മാത്രമല്ല ഇന്നത്തെ നമ്മോടും സംസാരിക്കുന്നു. ജാഗരൂകരായിരിപ്പിൻ. ഈ ആഹ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ ജീവിതം ആത്മീയ ഉറക്കത്തിൻ്റെ ജീവിതമല്ല. നാം ചിലപ്പോൾ പതിവ് പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങി ആത്മീയമായി മന്ദമായേക്കാം. എന്നാൽ നോമ്പുകാലം നമ്മെ ഉണർത്താനുള്ള സമയമാണ്. പാപം ശബ്ദമില്ലാതെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിലും ആത്മപരിശോധനയിലും നാം ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. വീണ്ടും വചനം പറയുന്നു, വിശ്വാസത്തിൽ സ്ഥിരമായിരിപ്പിൻ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നേക്കാം, പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാതെ വന്നേക്കാം, ദൈവം നിശബ്ദനായി തോന്നിയേക്കാം. എന്നാൽ വിശ്വാസം അത് വികാരമല്ല, അതൊരു ഉറച്ച തീരുമാനമാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ ക്രിസ്തുവിനെ പിന്തുടരും എന്ന തീരുമാനമാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ധൈര്യശാലികളായിരിക്കും. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കാൻ യഥാർത്ഥത്തിൽ ധൈര്യം ആവശ്യമാണ്. ലോകം നമ്മെ പരിഹസിച്ചേക്കാം, സമൂഹം എതിർത്തേക്കാം, സാഹചര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയേക്കാം. എന്നാൽ നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കണം. ഭയത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ് എന്നത് ഓർക്കുക. വചനം വീണ്ടും പറയുന്നു, ബലമുള്ളവരായിരിക്കും. ഈ ബലം നമ്മുടെ സ്വന്തം കഴിവിൽ നിന്നല്ല, അത് ദൈവകൃപയിൽ നിന്നാണ് വരുന്നത്. പ്രാർത്ഥനയിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ശക്തിയാണ് നമ്മെ നിലനിർത്തുന്നത്. നാം ദുർബലരായപ്പോൾ പോലും ദൈവം നമ്മിൽ ശക്തനാകുന്നില്ലേ? എന്നാൽ ഈ 4 നിർദ്ദേശങ്ങളുടെ മുകളിൽ മഹത്തായ ഒരു സമാപനമുണ്ട്. നിങ്ങളിൽ എല്ലാം സ്നേഹത്തോടെ നടക്കട്ടെ. സ്നേഹമില്ലാത്ത ജാഗ്രത അത് കടുപ്പമാണ്. സ്നേഹമില്ലാത്ത വിശ്വാസം അനുകമ്പയില്ലാത്തതാണ്. സ്നേഹമില്ലാത്ത ധൈര്യം അഹങ്കാരമാണ്. സ്നേഹമില്ലാത്ത ശക്തി അതിക്രമമാണ്. എന്നാൽ സ്നേഹത്തോടെ ജീവിക്കുന്ന വിശ്വാസി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയാണ്. പ്രിയരെ, നമുക്കിന്ന് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ആത്മീയമായി ജാഗരൂകനാണോ? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്? സത്യത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവനാണ്? എൻ്റെ ജീവിതം സ്നേഹത്താൽ അടയാളപ്പെട്ടതാണ്? വലിയ നോമ്പ് ഈ ശക്തി ആർജിക്കുവാനായിട്ട് നമ്മെ നയിക്കേണ്ടതുണ്ട്. നാം ദൈവത്തോട് പറയണം, എന്നെ ദൈവമേ ശക്തനാക്കണമേ. നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതം അത് വിശ്വാസത്തിൽ ഉറച്ചതും പ്രവൃത്തിയിൽ ധൈര്യമുള്ളതും ഹൃദയത്തിൽ സ്നേഹപൂർണമായിരിക്കുവാൻ സഹായിക്കണമേ. ദൈവകൃപയാൽ ജാഗരൂകനായി സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ജാഗരൂകനായി ജീവിക്കാനുള്ള ആത്മീയ കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷണങ്ങൾ തളരാതെ ഇരിക്കാനുള്ള വിശ്വാസം നൽകണമേ. സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ധൈര്യം പകർന്നു നൽകണമേ. എല്ലാറ്റിനുമുപരി സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള ഹൃദയം തരണമേ. ഞങ്ങളുടെ ജീവിതം നിനക്ക് പ്രസാദകരമായ സാക്ഷ്യമായി മാറണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.